നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വാടക വീടെന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചൂരക്കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ചൂരക്കുട്ടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാനിപ്പോൾ ഈ ഒരു മീൻ വറുക്കുന്ന കണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ തോന്നും മീൻ വറുത്ത് ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, മീൻ വറുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മീൻ വറുക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ മസാല ചേർക്കുന്നത് പോലെ തന്നെയാണ് ഇതിന് മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മീൻ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രം മസാല എടുക്കാനായിട്ട് നോക്കണം, വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എരിവുള്ള മുളക് പൊടി പൊടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അത് മേടിക്കാത്തതിനെ കൊണ്ടാണ് കുരുമുളകിൻ്റെ പൊടി ഇതുപോലെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു 1.25 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുത്ത്, ഉപ്പുനീരിന് പകരം നിങ്ങൾക്ക് ഉപ്പ് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിട്ട് കൊടുക്കുന്നതിനെ കൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ ഒരു മസാല മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരടപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മസാല ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനായിട്ടുള്ള. അത് എപ്പോഴും മീൻ വറക്കുവാണെങ്കിലും ഒരടപ്പോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെളിച്ചെണ്ണ ചേർക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മസാല ഒന്ന് പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചിരുന്നാലും മതിയേ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മത്തിയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ അതിനകത്തങ്ങ് ഇട്ട് മീൻ വറക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ കുഴിയുള്ള ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു മീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ മീൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുഴിയുള്ള ചട്ടിയാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. ചട്ടി ചൂടായി വന്നതിന് ശേഷമാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാനായിട്ടും കൂടെ നോക്കണേ. പിന്നെ നമുക്കിപ്പോൾ വറുത്തെടുത്ത് കഴിക്കാനായിട്ടുള്ളതല്ലല്ലോ, മീൻ ഇത് കറി വയ്ക്കാനുള്ളതായത് കൊണ്ടാണ് ഇതിൽ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇപ്പോഴും ചേർത്ത് കൊടുക്കാത്തത്. അല്ലാതെ നമുക്ക് വറുത്തെടുക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചതച്ച് തോലോട് കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മളെ കൈപ്പിടിയുള്ള മൺചട്ടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോ അതിൽ ഇതുപോലുള്ള മീനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വറുത്തെടുത്തപ്പോൾ ഒരു തരത്തിന് ശരിയായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മീൻ വറുത്തെടുക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത്, അതിപ്പോൾ ഈ ഒരു ചട്ടിയാണെങ്കിലും അതുപോലെ മൺചട്ടി നമ്മളെ കൈപ്പിടിയുള്ള ചട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലാണെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് അനക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് നോക്കണം. ഈ ഒരു ചട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല മയമുള്ള ചട്ടിയാണ് കേട്ടോ, നമ്മൾ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്നതിനെ കൊണ്ട്. പിന്നെ മൺചട്ടിയിൽ നമ്മൾ നിർബന്ധമായിട്ട് മീൻ വറുക്കുമ്പോഴത്തേക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ബാക്കിയിരിക്കുന്ന മീനും കൂടെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് വറുത്തെടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 2-3 തവണയായിട്ട് വേണം എനിക്ക് വറുത്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ മീൻ വറുക്കാൻ വെച്ച് അതെല്ലാം വറുത്ത് ഞാനൊരു പ്ലേറ്റിൽ വെച്ച് അത് ഞാൻ അടച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മീനിട്ട് അത് മിക്സ് ചെയ്തെടുത്തിരുന്ന അതേ പാത്രം തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള മസാല എടുക്കുമ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്, അതും ഞാൻ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്ന. 1 സ്പൂൺ നേരത്തെ നമ്മൾ മീൻ വറുത്തതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ വറുത്തതിലുള്ള മസാലക്കൂട്ട് നമുക്ക് ഇതുമായിട്ട് നോക്കേണ്ട കാര്യമില്ല, എങ്കിലും കുരുമുളകിൻ്റെ എരിവിൻ്റെത് എന്തായാലും ഇതിലോട്ട് കിട്ടും. പിന്നെ ഈ ഒരു മീൻ കറി നമ്മൾ വെച്ചെടുക്കുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി ഇതിന് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. 1.25 1.5 എന്നുള്ള രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, അതിനിപ്പോൾ ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നാലേ ഉള്ളേ. അപ്പോൾ ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കണം. മറ്റത് നമ്മൾ നേരത്തെയൊക്കെ മീൻ കറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉള്ളിയും തക്കാളി എല്ലാം വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മസാലപ്പൊടിയും പുളിയും കൂടെയൊക്കെ ചേർത്തിട്ട് അതിനെ നന്നായിട്ട് വഴറ്റി അത് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടാണ് അങ്ങനെ ഒരു മീൻ കറി വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എടുത്ത മീനിന് വേണ്ടിയിട്ട് കടുകിട്ട് പൊട്ടിക്കാനായിട്ട് നോക്കരുത്, പച്ച ഉലുവ ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കടുക് വറുക്കുമ്പോൾ നിർബന്ധമായിട്ട് വറ്റൽമുളക് ചേർക്കാറുണ്ട്. പിന്നെ ചെറിയുള്ളി എടുക്കുമ്പോഴത്തേക്ക് അമ്മിക്കല്ലിലോ ഇടികല്ലിലോ വെച്ചിട്ട് ചതച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കണം. ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളി അത് ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി അത് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുനീര്, അത് ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 പച്ചമുളക് ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് ആവിയിൽ ഇതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിനി ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. നല്ല കുഴഞ്ഞ മാതിരി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണം ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അത് നമ്മൾ വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴും നേരത്തെ തന്നെ നമ്മൾ മസാലക്കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി, തക്കാളി അതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടിയിട്ട് വേണം മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കണം. കാരണം നമ്മൾ പൊടി ഐറ്റങ്ങൾ ചൂടാക്കി എടുത്തതല്ല. മസാല ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ച ചവർപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിനീരും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിണമ്പുളി ചേർക്കുന്നുണ്ട്. അതിപ്പോഴല്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അത് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട്. പിന്നെ നേരത്തെ തന്നെ നമ്മൾ എടുത്തിരുന്ന പാത്രം ഉണ്ടല്ലോ, അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് അരപ്പിരിക്കുന്നുണ്ട്. പുളിയുടെ ഒരു ചെറിയൊരു കാറിലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കുറച്ച് ഉപ്പുനീര് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഉള്ളി, തക്കാളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ചേർത്ത് കൊടുത്ത് നമ്മൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത് തിളച്ച് വന്നിട്ട് ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്താണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. പിന്നെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ടും കൂടെയൊക്കെ നോക്കണം. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ച് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കാണാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നമ്മൾ ലാസ്റ്റ് വരെ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്ന് കരിഞ്ഞു പോയിട്ടും അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കുരുമുളക് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വറുത്ത് കിട്ടുമ്പോൾ ഈ ഒരു നിറത്തിലാണ് കിട്ടണത്. നമ്മൾ മുളക് പൊടി ചേർത്തത് എരിവില്ലാത്തതാണല്ലോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന മീനും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനിട്ട് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ തലയും മീനും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു മസാലക്കൂട്ടൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടച്ച് വെച്ച് ആദ്യം തന്നെ നല്ലതുപോലെ ആദ്യത്തെ തിള വന്നിട്ടുണ്ട്. മീനിട്ട് കൊടുത്തതിന് ശേഷമുള്ള തിളയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല മണമൊക്കെ കിട്ടി വരുന്നുണ്ട്. അപ്പം മീൻ പൊടിഞ്ഞു പോവോ ഒന്നുമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഉപ്പുണ്ടാന്ന് നോക്കണേന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തുള്ളി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു തക്കാളി, നേരത്തെ നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2 കഷ്ണം പിണമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ പീസ് എടുക്കാനായിട്ട് നോക്കരുത്. പിണമ്പുളി എടുക്കുമ്പോഴും അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ മാറ്റി വെക്കണം കുതിർക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇട്ട് കൊടുക്കാവൂ. പിന്നെ ഇപ്പോഴും ഞാൻ കാണിച്ചത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാറായിട്ടില്ല. അപ്പോഴും നല്ലതുപോലെ വറ്റി വന്ന് എങ്കിലും ഇത്രയും ഒരു ഗ്രേവിയുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇനിയിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കയറി നിൽക്കുമല്ലോ. അപ്പോൾ അത്രയും വേണ്ട. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടിയതിന് ശേഷം വേണം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് എരിവും പുളിയും എല്ലാം ആയിട്ടുണ്ടോ എന്നുള്ളത്, അത് സാധാരണ നമ്മളെല്ലാവരും അങ്ങനെയാണ്. എത്ര നമ്മൾ കറി വെച്ചാലും അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നോക്കിയത്. അപ്പോഴും നമ്മൾ മീൻകറി കറക്റ്റ് വറ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വേണം ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. വറുത്ത മീനിട്ട് ഇതുപോലെ തന്നെ മീൻകറി വെച്ച് നോക്കുക. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. കപ്പ അവിച്ചതിനാണെങ്കിലും കപ്പ കറി വെച്ചതിന് ഇപ്പം നമ്മൾ കപ്പ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മീൻ കറി വെച്ചത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ മീൻ കറി ആയിട്ടുണ്ട്. ലാസ്റ്റ് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ചെറിയ ഒരു തിള വരുമല്ലോ, ആ ഒരു തിള വരുമ്പോഴത്തേക്ക് തന്നെ ഇനി നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൺചട്ടി നല്ല ചൂടാണ്. ഇതിൻ്റെ ആ ഒരു തിളയൊക്കെ മാറി കറക്റ്റ് പാകത്തിന് തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്ത് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇനിയും ഞാനിടും. പിന്നെ നേരത്തെ ഞാൻ കപ്പ എടുത്ത് വെച്ച സമയത്താണെന്നുണ്ടെങ്കിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, വെട്ടമില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു കപ്പയുടെ നടുക്ക് ഭാഗത്തായിട്ട് ഈ ഒരു മീൻകറി കോരി ഒഴിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. വായിക്കൂടെ കപ്പലിടുന്ന രീതിയിലാണ് വെള്ളം വരുന്നത്. അതിൻ്റെ ആ ഒരു എരിവും പുളിയും ഇതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുമ്പോഴത്തേക്ക്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കപ്പയുടെ കൂടെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടെ വെക്കുന്നുണ്ട്. മാങ്ങാച്ചാർ നമ്മൾ നേരത്തെ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. മാങ്ങാച്ചാർ ഇല്ലെങ്കിലും നാരങ്ങ അച്ചാർ ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു മീൻകറി തയ്യാറാക്കി നോക്കുക. ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നാടൻ രീതിയിലുള്ള മീൻകറിയും കപ്പയും റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.